ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. 27/5/2023 ബാബ് ദാദ മധുബൻ പ്രഭാതമുരളി. ഇന്ന് ബാബയുടെ മധുര മഹാവാക്യമാണ്. മധുരമായ മക്കളെ, അരക്കൽപ്പം മായ നിങ്ങളെ ശപിക്കപ്പെട്ടവരാക്കി മാറ്റി. ഇപ്പോൾ ബാബ നിങ്ങളെ എല്ലാ ശാപങ്ങളിൽ നിന്നും മുക്തമാക്കി സമ്പത്ത് നൽകുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ ശ്രീമതത്തിലൂടെ നടക്കുകയാണെങ്കിൽ ബാബയുടെ സ്വത്തിൻ്റെ അവകാശിയാകാം, അല്ലെങ്കിൽ സ്വത്ത് നേടുവാൻ യോഗ്യതയുള്ളവരായിട്ട് മാറാൻ കഴിയും. പരക്കൽപ്പങ്ങളായി നമ്മൾ മായയാൽ ശപിക്കപ്പെട്ടവരായിരുന്നെങ്കിൽ ആ ശാപങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുവാനാണ് ബാബ വന്നിരിക്കുന്നത്. അതിന് ബാബ വയ്ക്കുന്ന കണ്ടീഷൻ എന്താ? ശ്രീമതത്തിലൂടെ നടക്കൂ, അപ്പോൾ ബാബയിൽ നിന്നും സമ്പത്തെടുക്കാൻ നമ്മൾ യോഗ്യതയുള്ളവരായിട്ട് മാറും. ക്വസ്റ്റ്യൻ: ദേഹി അഭിമാനി ആകുവാനുള്ളതിൻ്റെ യഥാർത്ഥ രഹസ്യം എന്താണ്? ഏത് രഹസ്യമാണിപ്പോൾ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ദേഹി അഭിമാനിയാകാൻ ബാബ ചോദിക്കുകയാണ്. ഉത്തരം: പഴയ ലോകത്തിൽ നിന്നും മരിച്ച് ബാബയുടേതായിട്ട് മാറണം.
പുരാനി ദുനിയാ സെ മർക്കർ ബാബ് കാ ബെന്ന ഹെ. ഈ പഴയ ലോകത്ത് നിന്നെല്ലാം മരിച്ചിട്ട് ബാബയുടേതാവുക, അതായത് മർജീവ ആവുക എന്നത് തന്നെയാണ് ദേഹി അഭിമാനിയാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പഴയ ചെരുപ്പിനെ മറന്ന് ബാബയ്ക്ക് സമാനം അശരീരിയായി ബാബയെ ഓർമ്മിക്കൂ. ഇതുതന്നെയാണ് ദേഹി അഭിമാനി ആകുവാനുള്ളതിൻ്റെ യഥാർത്ഥ രഹസ്യം. ഇന്നത്തെ മുരളിയിലെ ഗീതം ഓം നമ ശിവായ. ഓം ശാന്തി. കുട്ടികൾ ഓം നമ ശിവായ എന്നുള്ള പാട്ട് കേട്ടു. ഒരു വശത്ത് ഭക്തർ ഘോരമായ അന്ധകാരത്തിലാണ്, എന്നാൽ മറുവശത്ത് മാതാപിതാവിൻ്റെ കുട്ടികളോ. ആരുടെ മഹിമയാണോ ഇപ്പോൾ നമ്മൾ കേട്ടത്, ആ ഭഗവാന്റെ സന്മുഖത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ശിവായ നമ എന്നും പറയാറുണ്ട്. അങ്ങു തന്നെ അച്ഛനും അമ്മയും അങ്ങു തന്നെ എന്നും പറയാറുണ്ട്. അപ്പോൾ ഭഗവാൻ ആരാണ്? സകലരുടെയും മാതാപിതാവായി, സകലരുടെ സ്വാമിയും ആയി. അച്ഛനും അമ്മയുമാണ്, അതോടൊപ്പം സർവരുടെയും സ്വാമിയുമാണ്. ഏതെല്ലാം മനുഷ്യരുണ്ടോ, അല്ലെങ്കിൽ നരൻ നാരി എല്ലാവരും ഭക്തരാണ്. മുഴുവൻ മനുഷ്യരും സ്ത്രീ പുരുഷൻ ഉൾപ്പെടെ എല്ലാവരും ബന്ധുക്കളാണ്. ഇതും ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വരൻ ഒന്നാണ്, പിന്നെ ഭഗവാൻ ആരാണ്? സ്വാമിയാണ്, മാതാവാണ്, പിതാവാണ്, കുട്ടികളായി നിങ്ങൾക്ക് അച്ഛനുമാണ്. അതേസമയം മുഴുവൻ പ്രിയതമമാരുടെ പ്രിയതമനുമാണ്. ഈ പറഞ്ഞ കാര്യം കുട്ടികളായ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നോക്കൂ, ഇപ്പോൾ എല്ലാവരും അന്ധകാരത്തിലാണ്, എന്നാൽ നിങ്ങളോ ഇപ്പോൾ പ്രകാശത്തിലും. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയുടെ സന്മുഖത്തിലാണ് ഇരിക്കുന്നത്. നിരാകാരനായിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടി രചിക്കുന്നത്? തീർച്ചയായും മാതാപിതാക്കളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിലൂടെ കുട്ടികൾക്ക് പുതിയ ജന്മം നൽകുന്നു. കുട്ടികളായ നിങ്ങളും പറയുന്നു, ഞങ്ങൾ ഈ പഴയ ലോകത്തിൽ നിന്നും മരിച്ച് ബാബയുടേതായി തീർന്നു, അതായത് ദേഹി അഭിമാനിയാകുന്നു. ബാബയാണെങ്കിലോ സദാ ദേഹി അഭിമാനിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബാബ വന്നിട്ട് എങ്ങനെ ദേഹി അഭിമാനിയാകണം എന്നുള്ളതിൻ്റെ രഹസ്യം കുട്ടികളായ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ത്വമേവ മാതാച്ച പിതാത്വമേവ എന്നുള്ള മഹിമ ആരെക്കുറിച്ചാണോ പാടിയത്, ആ ആളുടെ സന്മുഖത്തിലല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്നത് ആ മാതാപിതാവായ ഭഗവാന്റെ സന്മുഖത്തിലാണ്. ഇപ്പോൾ കുട്ടികളുടെ സേവനത്തിനായിട്ടാണ് ബാബ വന്നിരിക്കുന്നത്. പതീത പാവനനായ ബാബയ്ക്കറിയാം, എനിക്കു തന്നെയാണ് പതീതരെ പാവനമാക്കി മാറ്റേണ്ടത്. അതുകൊണ്ട് ഓർമ്മിക്കുന്നതും ആ അച്ഛനെ തന്നെയാണ്. എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? പതീത പാവന വരൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾ സംഗമ യുഗത്തിലാണ്. ഇത്രയും കാലം നമ്മൾ പതീതരായിരുന്നു. പതീതരെ പാവനമാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. ഇതും നമ്മൾ മനസ്സിലാക്കി. ഈ ബാബയാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ബാബയെ കുറിച്ചാണ് പറയുന്നത്. ശിവായ നമ. കുട്ടികൾ ബാബയെ വിളിക്കുന്നുണ്ട്. കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് കുട്ടികളുടെ സേവനത്തിനായി ഇപ്പോൾ ബാബ ഉപസ്ഥിതനാണ്. കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ പിതാവ് ആ കുട്ടികളുടെ സേവനത്തിനല്ലേ ഉപസ്ഥിതനായിരിക്കുന്നത്. ഈ കാര്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം.
ആ ബാബയിലൂടെയാണ് നമ്മളിപ്പോൾ പാവനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് വളരെ സ്നേഹിയായിട്ടുള്ള അച്ഛനാണ്. ആ അച്ഛനെ തന്നെയാണ് നമ്മൾ എല്ലാവരും അരക്കൽപ്പങ്ങളായി വിളിച്ചുകൊണ്ടിരുന്നത്. സത്യത്രേതായുഗങ്ങളിൽ നമ്മൾ ബാബയിൽ നിന്നും സമ്പത്തെടുത്തു. പിന്നീട് ആ സമ്പത്ത് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? നമുക്ക് മായ രാവണന്റെ ശാപം കിട്ടി. അതിലൂടെ നമ്മൾ എല്ലാവരും തന്നെ വളരെ അധികം ദുഃഖിതരായി തീർന്നു. നോക്കൂ, ഇന്ന് ലോകത്തിൽ എല്ലാവരും ദുഃഖത്തിലാണ്. ദുഃഖത്തിന്റെ നിഴൽ എല്ലാവരിലും ഇപ്പോൾ വീണു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബാബ പറയുന്നു, ഞാൻ വരികയാണ്. കാരണം ഈ സമയത്ത് എല്ലാവരും പാപാത്മാക്കളായി തീർന്നിരിക്കുകയാണ്. പാപം ചെയ്യുന്നവർ ദുഃഖിതരായി തീർന്നു. ബാബ വന്നിട്ട് നമ്മളെ ഓരോരുത്തരെയും പുണ്യ ആത്മാക്കളാക്കി മാറ്റുന്നു. എന്നിട്ട് സമ്പത്ത് നൽകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ വീണ്ടും ആ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും 21 ജന്മങ്ങളിലേക്ക് സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മായയുടെ ശാപം ഏറ്റിരിക്കുകയാണ്, അല്ലെങ്കിൽ മായയുടെ ശാപം നേടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള മായയുടെ ആ ശാപത്തെയാണ് ഇപ്പോൾ ബാബ ഇല്ലാതാക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സദാ ശാന്തമായിരിക്കാം. ഇവിടെ ഒരിക്കലും ശാന്തിയില്ല ഈ ലോകത്ത്. കാരണം ഇത് ദുഃഖധാമമാണ്. ഞാൻ നിങ്ങളെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ സുഖമുണ്ട്, ശാന്തിയുണ്ട്, ധനമുണ്ട്, എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ പരിധിയില്ലാത്ത അച്ഛനിലൂടെ 21 ജന്മങ്ങളിലേക്ക് സഞ്ചി നിറച്ചു തരുവാൻ വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത്. ആ സഞ്ചി നിറച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളും എത്തിയിട്ടുള്ളത്. ഓരോരുത്തരും അവരവരുടേതാകുന്ന പുരുഷാർത്ഥത്തിലൂടെ സമ്പത്തെടുക്കണം. എപ്പോൾ മുതലാണോ നമ്മൾ ഭഗവാന്റെ കുട്ടിയായി മാറിയത്, അപ്പോൾ മുതൽ തന്നെ നമ്മൾ സമ്പത്തിന്റെ അധികാരികളായി കഴിഞ്ഞു. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. അതുകൊണ്ട് തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്തും തന്നിട്ടുണ്ടാവും. നമ്മൾ എല്ലാവരും ഭഗവാന്റെ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സമ്പത്തും കിട്ടണ്ടേ? അപ്പോ കുട്ടികൾ സ്വത്തിന്റെ അധികാരികളാണ്. ബാബ പറയുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിരുന്നു. പിന്നീടോ നിങ്ങൾ അതെല്ലാം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ സംഗമ യുഗമാണ്. വീണ്ടും ഈ സമയത്ത് നിങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്കറിയാം. കൽപ്പം മുമ്പും സ്വദർശന ചക്രധാരി ബ്രാഹ്മണകുല ഭൂഷണങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ തന്നെയാണ് പിന്നീട് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ ദിനം പ്രതിദിനം ബ്രാഹ്മണകുല ഭൂഷണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ, പതുക്കെ പതുക്കെ. അതായത് നമ്മുടെ വംശം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, നിങ്ങളാണ് ബ്രഹ്മാമുഖ വംശാവലി. അങ്ങനെ കുട്ടികളെ ഓരോരുത്തരെയും ബ്രഹ്മാമുഖ വംശാവലി ആക്കുന്നതാരാണ്? ശിവബാബ. ഈ സമയത്ത് നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്. നിങ്ങളെ സർവഗുണ സമ്പന്നരും 16 കലാ സമ്പൂർണരും അഹിംസ പരമോധർമ്മവും ആക്കി മാറ്റുന്നു. ദേവതകൾ ഒരിക്കലും ആരെയും ഹിംസിക്കില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ദേവതകളായിരുന്നു. ഇപ്പോൾ വീണ്ടും ദേവത ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചക്രം കറങ്ങി ദേവതാകുലത്തിൽ നിന്നും പതുക്കെ ക്ഷത്രിയ കുലത്തിലേക്ക് അഥവാ ക്ഷത്രിയ വർണ്ണത്തിലേക്ക് വന്നു. പിന്നീടോ ക്ഷത്രിയ കുലത്തിൽ നിന്നും വൈശ്യകുലത്തിലേക്ക്,
അഥവാ വൈശ്യവർണത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ 84 ജന്മത്തിന്റെ ചക്രം പൂർണ്ണമായിട്ടും കറങ്ങി തീർത്തു. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ് കുട്ടികളായ നമുക്ക് ഓരോരുത്തർക്കും സമ്പത്ത് നൽകുവാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരെയും ശാപമോചിതരാക്കി പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നു. നോക്കൂ, ഇന്നിവിടെ എല്ലാ മനുഷ്യരും ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ബാബ വന്നിട്ട് ശാപമോചിതരാക്കി സമ്പത്ത് നൽകുന്നു. ഇത് സംഗമയുഗമാണ്. അപ്പോൾ സത്യയുഗം നമ്മളിൽ നിന്നും ഒട്ടും ദൂരെയല്ല. സ്വർഗം അത്രയും നമ്മുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. എത്രത്തോളം അടുത്താണോ അല്ലെ, പരസ്പരം ആത്മാവും ശരീരവും പരസ്പരം ചേർന്നിരിക്കുന്നു, അടുത്തടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് സമയവും ഇപ്പോൾ വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ വിചാരിക്കുന്നത് സ്വർഗം വളരെ ദൂരെയാണ്, ഇഷ്ടം പോലെ സമയം അതിനിയും ബാക്കി കിടക്കുന്നു എന്നൊക്കെയാണ്. എന്നാൽ 5000 വർഷം മുമ്പത്തെ കാര്യമാണിത്. എപ്പോഴാണോ സ്വർഗമുണ്ടായിരുന്നത് അപ്പോൾ അരക്കൽപ്പം സ്വർഗം, അരക്കൽപ്പം നരകമായി വന്നു. ഇപ്പോൾ വീണ്ടും സ്വർഗം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, സെക്കൻഡ് കൊണ്ട് സ്വർഗത്തിന്റെ രാജ്യഭാഗ്യമെടുക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയുടേതായി മാറുമ്പോൾ സ്വർഗത്തിന്റെ അധികാരിയാകുന്നു. ഒരു കുട്ടിക്കറിയാമല്ലോ, ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നും സമ്പത്തെടുക്കുകയാണ്, സ്വത്തെടുക്കുകയാണ്. അച്ഛനും അറിയാമല്ലോ, എൻ്റെ കുട്ടി എൻ്റെ സ്വത്തിന്റെ അവകാശിയാണ്, എൻ്റെ സ്വത്തിന് അവകാശിയായി ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് അച്ഛനും അറിയാം. ജനിച്ചു വീഴുന്ന കുട്ടി കൈക്കുഞ്ഞാണ്, അത് വളരെ ചെറുതാണ്, ചുണ്ടുകൾ കൊണ്ടൊന്നും പറയാനറിയില്ല. കുഞ്ഞവിടെ പറയുന്നില്ലെങ്കിലും അച്ഛനറിയാമല്ലോ ഇതെന്റെ അനന്തരാവകാശിയാണ് ജനിച്ചിരിക്കുന്നതെന്ന്. കുട്ടിക്കറിയില്ല, പക്ഷെ അച്ഛനറിയാം ഇതെന്റെ അവകാശിയാണ്. എന്നാൽ ഇവിടെയാണെങ്കിലോ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നത് പരിധികളില്ലാത്ത അച്ഛനാണ്. ആത്മാവ് മനസ്സിലാക്കുന്നു, തീർച്ചയായിട്ടും നമ്മൾ ബാബയുടേതായി മാറി സമ്പത്തിന്റെ അധികാരിയായിരിക്കുന്നു. ബാബയും പറയുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും സ്വർഗത്തിന് അവകാശികളായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സമ്പത്തിലും എല്ലാവരും ഒരുപോലെയാണ്. പലതരം സമ്പത്ത്, പലതരം പദവികൾ. പൊതുവെ പറയുമ്പോൾ സമ്പത്തുണ്ട്, പദവിയുണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും സമ്പത്തിലും വ്യത്യസ്തരാണ്, പദവിയിലും വ്യത്യസ്തരാണ്. ചിലരാണെങ്കിൽ നോക്കൂ, സൂര്യവംശിയാണ്, ചിലരാണെങ്കിലോ ചന്ദ്രവംശിയാണ്, ചിലരോ പ്രജകളിൽ വരുന്നു. അതിൽ തന്നെ എത്രയോ പദവികൾ. അതുകൊണ്ട് ബാബറിന് പദവികൾ വ്യത്യസ്തമാണ്. കുട്ടികൾ പറയുന്നു, ഞങ്ങൾ അച്ഛൻ്റെ സ്വത്തിന് അധികാരിയാണ്. അതുപോലെ കുട്ടികളായി നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും നിരാകാര ശിവബാബയുടെ കുട്ടികളാണ്. നമ്മൾ മുഴുവൻ വിശ്വത്തിനും അധികാരികളാണ്. ഇത് വെറും ഭാരതം മാത്രമല്ല, മുഴുവൻ ലോകത്തിൻ്റെയും. അപ്പൊ ഭാരതത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ട് വിശ്വത്തിന്റെ മുഴുവൻ അധികാരിയായിട്ട് നിങ്ങൾ മാറുന്നു. അങ്ങനെ ഒരു ലോകത്ത് മറ്റൊരു രാജാവോ മറ്റൊരു രാജ്യക്കാരോ ഒന്നും തന്നെ ഇല്ല, ഏക രാജ്യം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ലഹരി ഉണ്ടായിരിക്കണം. പരിധികളില്ലാത്ത അച്ഛനും പരിധികളില്ലാത്ത മക്കളും. ഇപ്പോൾ നിങ്ങൾ എത്ര കുട്ടികളുണ്ട്? എത്ര പേരുണ്ട് എണ്ണാൻ പറ്റുമോ? നിങ്ങൾ പറയും, ഞങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളാവുകയാണ്. ബാബയെ പോലെ മധുരമായിട്ട് ആരും തന്നെ ഇല്ല. ബാബ വളരെ അധികം നിഷ്കാമ സേവ ചെയ്യുന്നു. എന്നാൽ ഒന്നിന്റെയും അധികാരി ആകുന്നുമില്ല. പക്ഷേ കുട്ടികളെ അധികാരിയാക്കി മാറ്റുകയും ചെയ്യുന്നു. മനുഷ്യർ പറയും, ഓ ഈ ദാദ ഇഷ്ടംപോലെ സുഖം അനുഭവിച്ച ആളാ, വലിയ കോടീശ്വരനായിരുന്നില്ലേ, സമ്പന്നനായിരുന്നില്ലേ, അപ്പൊ ജീവിതകാലം മുഴുവൻ നല്ല സുഖത്തോടുകൂടി ആഡംബരത്തിൽ ജീവിച്ചിട്ട് വയസ്സാം കാലത്ത് സന്യാസിട്ട് എന്താ കാര്യം? ശിവബാബയെ കുറിച്ച് ഇങ്ങനെ പറയുമോ? ഇല്ല. ബ്രഹ്മാവിയെ കുറിച്ച് ഇങ്ങനെ വേണേ പറയാം ആളുകൾക്ക്. ഇത്രയും സുഖത്തിൽ ജീവിച്ചിട്ട് വയസ്സാം കാലത്തല്ലേ
ഇങ്ങനെയൊക്കെ ആയത്, സന്യാസിയായത് എന്ന് ചോദിക്കാം. എന്നാൽ ശിവബാബയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ബാബ പറയുന്നു, ഞാൻ ഒരിക്കലും സ്വർഗത്തിൻ്റെ സുഖമെടുക്കുന്നില്ല. ഞാൻ നിങ്ങളെ അധികാരിയാക്കി നിങ്ങൾക്ക് സ്വരാജ്യധാനി നൽകുന്നു. ആ രാജാക്കന്മാരാണെങ്കിലോ അവർ രാജ്യം ഭരിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ രാജ്യഭാഗ്യം മറ്റൊരാൾക്ക് കൈമാറുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഓമനകളായ മക്കളെ, ഞാൻ പരന്ധാമത്തിൽ നിന്നും നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ രാജ്യം ഭരിക്കുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ രാജ്യം ഭരിക്കുന്നില്ല, എനിക്ക് അധികാരം വേണ്ട. നിങ്ങളെ പാവനമാക്കി മാറ്റാൻ വേണ്ടി എനിക്ക് ഈ പതീതമായ ലോകത്തിൽ ഒരു പതീതമായ ശരീരത്തിൽ വരണം. ഇതിലും എത്രയാണ് വിഘ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്? എന്തെല്ലാം വിഘ്നങ്ങൾ വരുന്നു. കൃഷ്ണൻ ഒരിക്കലും ആരെയും കടത്തിക്കൊണ്ടു പോയിട്ടൊന്നുമില്ല. രാഖിരാമായണം കടത്തിക്കൊണ്ടു പോയിട്ടൊന്നുമില്ല. ശിവബാബയുടെ അടുത്തേക്കാണ് നിങ്ങൾ ഓടിയെത്തുന്നത്. നിങ്ങൾ പറയും, ഞങ്ങൾ ബാബയുടെ അടുത്ത് പോവുകയാണ്, മുഴുവൻ സമ്പത്ത് നേടുവാൻ സന്മുഖത്തിൽ പോയി ബാബയുടെ മടിയിലിരിക്കുന്നു. നിങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇപ്പോ ഈശ്വരീയ ആശ്രയം കൈവരിച്ചിരിക്കുകയാണ്. ഈശ്വരന്റെ സമ്പത്ത് അനുഭവിക്കണം. ബാബ വരുന്നു ഈ പതീതമായ ലോകത്ത് ഈ രാവണനായ ശത്രുവിൽ നിന്നും വിടുവിക്കുവാൻ. ഈ 5 വികാരങ്ങളാകുന്ന രാവണൻ തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവും. ഇവിടെ നിങ്ങൾക്ക് ഈ ശത്രുവിൽ നിന്നും മോചനം നേടണം. എല്ലാവരെയും ശിവബാബ ഈ സമയത്ത് അലങ്കരിച്ചു കൊണ്ടുപോവുകയാണ്. കാര്യം പ്രീതമൻ പ്രീതമകളെ അലങ്കരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ? ആത്മാവും ശരീരവും രണ്ടും പതീതമാണ്. ഞാൻ നിങ്ങളുടെ ആത്മാവിനെ പവിത്രമാക്കുകയാണ്. ആത്മാവ് പവിത്രമാകുമ്പോൾ ആ ആത്മാവിന് യോജിച്ച ഒരു പവിത്രമായ ശരീരവും ലഭിക്കും. അതിനുശേഷം നിങ്ങൾ സത്യയുഗത്തിലെ രാജാവും റാണിയുമാവും. സാജൻ വന്നു എല്ലാവരെയും യോഗ്യരാക്കി തീർക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഇത്രയധികം അയോഗ്യനാക്കിയത് ആരാണ്? രാവണനാണ്. ഇപ്പോൾ ശിവബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ നമ്മളെ വീണ്ടും യോഗ്യരാക്കി തീർക്കുകയാണ്. ശ്രീമതത്തിലൂടെ തന്നെ, അല്ലെങ്കിൽ ശ്രീമത്ത് എന്താണോ പറയുന്നത് അനുസരിച്ച് തന്നെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ശ്രീമതം ഭഗവാന്റേതാണ്. ഭഗവാനെ മാതാവെന്നും പിതാവെന്നും വിളിക്കുന്നു. കൃഷ്ണനെ അങ്ങനെ വിളിക്കാറില്ല. അപ്പൊ ആരുടെയാണോ മഹിമകളൊക്കെ അവർ പാടുന്നത്, അവരിൽ നിന്നും നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നു. ആരെക്കുറിച്ചൊക്കെ മഹിമ പാടി. അപ്പൊ ബ്രാഹ്മണ കുലം തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. അതിനുശേഷം ദൈവിക കുലത്തിലേക്ക് പോകണം. അതുകൊണ്ട് ബ്രഹ്മമുഖത്തിൽ നിന്നും ആദ്യം ബ്രഹ്മമുഖത്തു നിന്നുണ്ടാകുന്നു, ബ്രാഹ്മണ കുടുംബം ഉണ്ടാകുന്നു. നിങ്ങൾ ബ്രാഹ്മണരാണ്, ആത്മീക വഴികാട്ടികളാണ്, ആത്മീക സേവകരാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ ആത്മീക വഴികാട്ടിയാണ്. ഞാൻ നിങ്ങളുടെ ആത്മീക വഴികാട്ടിയായിട്ട് വഴി കൊണ്ടുപോവുകയാണ്. സത്യമായ തീർത്ഥാടനം എവിടെയാണ്, അവിടേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. അപ്പൊ നിങ്ങൾക്ക് വളരെ സഹജമായിട്ടുള്ള കാര്യം ബാബ മനസ്സിലാക്കി തരികയാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. അതോടൊപ്പം ബാബയെ കൂടി ഓർമ്മിക്കണം. നിങ്ങൾ ഒരിക്കലും മോശമായിട്ടുള്ള യാതൊരു കാര്യവും കേൾക്കേണ്ടതില്ല. ഈ സമയത്ത് മുഴുവൻ ലോകത്തിലും എല്ലാ മനുഷ്യരിലും പഞ്ചഭൂതങ്ങള് പ്രവേശിച്ചിരിക്കുകയാണ്. അത് സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. പാടുന്നത് എന്താ? പതീത പാവന വരൂ എന്ന് പറഞ്ഞിട്ടാണ്.
ഇപ്പൊ പതിവ് അവനെ വരൂ എന്ന് വിളിക്കുന്നു. ഇവിടെ ഉള്ളത് പിന്നെ ആരാ? സർവ്യാപിയായ ഒരാളാരാ? ഇരിക്കുന്നുണ്ടല്ലോ കുറച്ച്, അതെന്തുവാ? അനുഭാവ പറയുന്നു, മിഥ്യാജ്ഞാനത്തിലൂടെയാണ് ഭാരതത്തിന് എന്തുണ്ടാക്കിയത്? കക്കയ്ക്ക് തുല്യമായ അവസ്ഥയുണ്ടായത്. അനുഭാവ പറയാണ്, ഞാൻ കുട്ടികളായി നിങ്ങളെ കൽപ്പകൽപ്പങ്ങളിൽ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ സേവനത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്ര തന്നെ സഹിക്കേണ്ടി വന്നാലും സേവനത്തിൽ ഉപസ്ഥിതനാണ്. അവർ ഞാൻ അറിയുന്നു ധാരാളം കുട്ടികളുണ്ട്. ചിലർ ശ്രീമത്തിലൂടെ നടക്കുന്നു, ചിലർ നടക്കുന്നില്ല, ചിലരോ ശ്രീമതം എന്താണെന്ന് പോലും അറിയില്ല. അപ്പോ തീർച്ചയായിട്ടും പ്രജാപിതാ ബ്രഹ്മാവ് പ്രജകളുടെ തന്നെ രചനയാണ്. അപ്പോൾ ബ്രഹ്മാവിലൂടെയാണ് നമുക്ക് പഠിപ്പ് ലഭിക്കുന്നത്. അരുമസന്താനങ്ങളെ, ബാബു പറയാണ്, അരുമസന്താനങ്ങളെ, നിങ്ങൾ എന്നെ നിരന്തരം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറും. നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടും. കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാകുന്നു. അതിൻ്റെ സേവ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ബാബ കുട്ടികളായി നമ്മളെ ഓരോരുത്തരെയും. അതുകൊണ്ട് ബാബ വരുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. എപ്പോഴാണോ മുഴുവൻ സൃഷ്ടിയും പതീതവും തമോ പ്രധാനവും അത്ര തന്നെ ജഡജഡീഭൂതാവസ്ഥ, അത് ജീർണാവസ്ഥയിൽ എത്തിച്ചേരുന്നത്, അപ്പോൾ എനിക്ക് വരണം. നോക്കൂ, ലോകത്തെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖം കൊടുക്കുകയല്ലേ? കാമവികാരത്തിലേക്ക് പോയി പരസ്പരം ദുഃഖം കൊടുക്കുന്നു. ഇപ്പോൾ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബാബയുടെ അടുത്ത് ശാന്തിധാമത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അല്ലേ? അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ. അതിനുശേഷം സുഖധാമത്തിലേക്ക് വരും. ബാബ പറയാണ്, കുട്ടികളായ നിങ്ങളെ ഞാൻ ആത്മീയമായ നേത്രത്തിലിരുത്തി മധുരമായ വീട്ടിലേക്ക് കൊണ്ടുപോകും. കണ്ണിൽ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു കൊണ്ടുപോകും. ഇപ്പോ കുട്ടികളായി നിങ്ങൾ വഴികാട്ടികളായി മാറുന്നു. നിങ്ങളുടെ പേരെന്താണ്? ശിവശക്തി പാണ്ഡവസേന എന്നല്ലേ? ഓരോരുത്തർക്കും തൻ്റെ അച്ഛൻ്റെ പരിചയം കൊടുത്ത് ബാബയുടെ അടിയിലേക്ക് കൊണ്ടുപോകണം. അതിനുള്ള വഴിയും കാണിച്ചു കൊടുക്കും. നിങ്ങൾ സ്വയം സമ്പത്തെടുക്കൂ ബാബയിൽ നിന്നും, എന്നിട്ടത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യൂ. അപ്പോ ഈ സമയത്ത് ഓരോ ആത്മാക്കൾക്കും കക്കയിൽ നിന്നും വജ്രമേ മാറാനുള്ള വഴി ബാബ കാണിച്ചു കൊടുക്കുകയാണ്. ഭഗവാനെ അങ്ങ് അന്ധന്മാരുടെ ഊന്നുവടിയാണെന്നും മഹിമ പാട്ട് പാടാറുണ്ട്. അപ്പൊ മുള്ളുകളുടെ ലോകത്ത് നിന്നും പുഷ്പങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, അസുരനിൽ നിന്ന് പിന്നെ ദേവതയായി നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി പിന്നെ ദേവതയായി മാറണം. അതുകൊണ്ട് സ്വദർശന ചക്രധാരികൾ എന്നുള്ള അലങ്കാരവും നിങ്ങളുടേതാണ്. പക്ഷെ കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിന്റെ കയ്യിലാണ്. എന്തുകൊണ്ട്? അതുകൊണ്ട് ബാബ പറയാണ്, ദേവതകൾക്ക് അടയാളം കൊടുത്തിരിക്കുന്നു അല്ലെ, ചക്രത്തിന്റെ അടയാളം കൊടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ അത് ആരാണ് ചക്രധാരികൾ? അപ്പൊ ബാബയ്ക്ക് കുട്ടികളുടെ മേൽ നല്ല ചിന്തയുണ്ട്. എൻ്റെ മക്കൾ ഒരിക്കലും ഒരിടത്തും മായയോട് തോറ്റുപോകാൻ പാടില്ല, മായയുടെ അധീനരാകരുത്. അപ്പോ ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിലോ തീർച്ചയായിട്ടും മായ നമ്മളെ വീഴുന്നു. ബാബ നോക്കൂ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നൽകുന്നുണ്ടോ? എത്ര സിമ്പിളായിട്ട് ഓരോ കാര്യം പറഞ്ഞു തരുന്നത്. ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. അച്ഛനായ എന്നെ നിങ്ങൾ ഓർമ്മിക്കൂ, ഇതല്ലേ പറയുന്നുള്ളൂ. സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. കാരണം ഇത് ആത്മീക യാത്രയാണ്. നിങ്ങളും യാത്ര ചെയ്യൂ. ബാബയെ മറന്നു പോകരുത്. യോഗം എന്നുള്ള വാക്കങ്ങോട്ട് വിട്ടുകള, എന്നിട്ട് ബാബയെ ഓർമ്മിക്കൂ. അതാണ് വേണ്ടത്. ബാബ ചോദിക്കുന്നു,
അശരീരിയായി നിങ്ങൾ മാറണം. കാരണം നിങ്ങൾ അശരീരിയാണല്ലോ. ഇവിടെ വന്ന് ഈ ശരീരം ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളായി നിങ്ങളും ഇപ്പോൾ ശരീരത്തിന്റെ ബോധം ഉപേക്ഷിക്കും. ഞാൻ നിങ്ങളെല്ലാവരെയും തിരികെ കൊണ്ടുപോകും. കാരണം ഞാൻ കാലന്റെയും കാലനാണ്. ഈ പഴയ ശരീരത്തെ മറന്ന് എന്നെ ഓർമ്മിക്കൂ. ഈ ശരീരമോ ഒരു പഴയ ചെരുപ്പാണ്. പിന്നീട് നിങ്ങൾക്ക് ഒരു പുതിയ ശരീരം ലഭിക്കും. അപ്പോൾ പഴയതിനോടുള്ള മമത്വം ഇല്ലാതാകുകയും ചെയ്യും. ഞാൻ കുട്ടികളായി നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് സന്തോഷമായിരിക്കും. നമ്മളെല്ലാവരും ഇപ്പൊ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയല്ലേ. കാരണം 5000 വർഷങ്ങളായി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്, ശാന്തിധാമത്തെ ഉപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ ലോകം ഇപ്പോൾ ദുഃഖധാമമാണ്. ബാബ വന്ന് കുട്ടികളുടെ സേവനം ചെയ്യുന്നു. അഴുക്ക് പിടിച്ച ആത്മാക്കളുടെ ജ്യോതി തെളിയിക്കുകയാണ്. ആരാണോ സൽപുത്രായിട്ടുള്ള കുട്ടികൾ, അവര് പറയും ഞങ്ങൾ ശ്രീനാരായണനെ വരിക്കും. ബാബ പറയുന്നു, ഹൃദയമാകുന്ന ദർപ്പണത്തിലേക്ക് നോക്കൂ. ഏതെങ്കിലും ഭൂതങ്ങൾ അകത്തിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഓടിച്ചുവിട്ടുകൊണ്ടിരിക്കൂ. അങ്ങനെ ഭൂതങ്ങളുടെ രാജ്യം തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. ബാബ കുട്ടികളുടെ സേവനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ബാബ വിചിത്രനാണ്. ബാബയ്ക്ക് ഏതെങ്കിലും രൂപമില്ല, ചിത്രമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇന്ദ്രിയത്തിലൂടെ, മീൻസ് മറ്റൊന്നിന്റെ ഇന്ദ്രിയത്തിലൂടെയാണ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ആത്മാക്കളും വിചിത്രരല്ലേ? ആ വിചിത്രം, ചിത്രമില്ലാത്ത, ശരീരമില്ലാത്ത ആത്മാക്കളാണ് പിന്നീട് ശരീരം എടുത്തിട്ട് പാട്ട് അഭിനയിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ ഈ ചിത്രത്തിന്റെ അഥവാ പ്രകൃതിയുടെ ആധാരമെടുക്കുന്നു. ഈ പ്രകൃതിയുടെ ആധാരം ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഒരു ശരീരത്തെ ഞാൻ സ്വീകരിക്കുകയാണ്. എന്നിട്ട് മാതാക്കൾക്ക് ജ്ഞാനത്തിന്റെ കലശവും കൊടുക്കുന്നു. എപ്പോഴാണോ കുട്ടികളായി നിങ്ങൾ ബാബയെ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് സമ്പത്ത് ലഭിക്കുന്നത്. അച്ഛാ, मीठे मीठे सीख लदे बच्चों प्रति माता पिता बाप दादा का याद प्यार, गुड मॉर्निंग और नमस्ते. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവും ആയിട്ടുള്ള ബാപ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരവും, ആത്മീക അച്ഛന് ആത്മീക കുട്ടികളുടെ നമസ്കാരം, ആത്മീക അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരവും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയെ ഓർമ്മിച്ച് ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് മായയുടെ ശാപത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തരാകണം. ദേഹബോധത്തെ ഉപേക്ഷിച്ച് അശരീരിയായി മാറണം. പഴയ ലോകത്തിൽ നിന്നും മുക്തമാകണം. അല്ലെങ്കിൽ പഴയ ലോകത്തു നിന്നും മമത്വത്തെ ഇല്ലാതാക്കണം. വരദാനം: തൻ്റെ ഉദാരതയിലൂടെ സർവർക്കും സ്വന്തമെന്ന അനുഭവം ചെയ്യിപ്പിക്കുന്ന ബാബയ്ക്ക് സമാനം ത്യാഗിയായി ഭവിക്കും. ഇതാണ് തൻ്റെ ഉദാരതയിലൂടെ സർവർക്കും ഞാൻ സ്വന്തമാണെന്നുള്ള ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ബാബയ്ക്ക് സമാനം സർവവംശം ത്യാഗിയാകും. ആരുടെയാണോ സങ്കല്പം, സ്വഭാവം, സംസ്കാരം, നേച്ചർ ഇതെല്ലാം തന്നെ ബാബയ്ക്ക് സമാനമായിട്ടുള്ളത്, അവരാണ് സർവവംശ ത്യാഗി. എന്താണ് ബാബയുടെ സ്വഭാവം? അതായിരിക്കണം താങ്കളുടെയും സംസ്കാരം. സദാ ബാബയ്ക്ക് സമാനം സ്നേഹത്തിന്റെയും ദയയുടെയും ഉദാരതയുടെയും സ്വരൂപമാകും. ഇതിനെയാണ് വിശാല ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശാല ഹൃദയം എന്താണ്? നമ്മളെ ഓരോരുത്തർക്കും സ്വന്തമാണെന്നുള്ള അനുഭവം ഉണ്ടാകും. ആ വിശാല ഹൃദയത്തിൽ ശരീരം, മനസ്സ്, ധനം, സംബന്ധം ഇവിടെ എല്ലാം തന്നെ സഫലതയുടെ പ്രാപ്തിയും ലഭിക്കും. ചെറിയ ഹൃദയമുള്ളവർക്ക് കൂടുതൽ പരിശ്രമം ഉണ്ടാവും.
ഹൃദയം ചെറുതാണെങ്കിൽ പരിശ്രമം കൂടും, റിസൾട്ടും കുറയും. വിശാല ഹൃദയമാണെങ്കിലോ, ഉദാര ഹൃദയമുണ്ടെങ്കിലോ അവർ ഭാവിക്ക് സമാനമാകുന്നു. അവരിൽ പ്രഭു സന്തോഷിക്കുന്നു. പരിപക്വമാകുന്നതിനു വേണ്ടി പരീക്ഷകളെ ശുഭലക്ഷണങ്ങളായി കണ്ട് ഹർഷിതമുഖനായിരിക്കും. എന്താണ്? നമുക്ക് പരിപക്വമാകണമെങ്കിൽ നമ്മുടെ മുമ്പിൽ നിന്ന് ഓരോ പരീക്ഷയും നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. ആ പരീക്ഷണങ്ങളെ ശുഭലക്ഷണങ്ങളായി കണ്ട് ഹർഷിതമായിരിക്കും. ഓം